കായംകുളം ശ്രീനാരായണ ഇന്റർനാഷണൽ മോഡൽ സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ശ്രീനാരായണ സാംസ്കാരിക സമിതി ട്രഷറർ പ്രൊഫസർ ടി.എം. സുകുമാരബാബു ഉദ്ഘാടനം ചെയ്തു. കായംകുളം ശ്രീനാരായണ ഇന്റർനാഷണൽ മോഡൽ സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് ഗിഗിൾസ് 2K25 സംഘടിപ്പിച്ചു. കുട്ടികളിലെ കലാവാസനയെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശ്രീനാരായണ സാംസ്കാരിക സമിതി ട്രഷറർ പ്രൊഫസർ ടി.എം. സുകുമാരബാബു ഉദ്ഘാടനം ചെയ്തു. ധാരണയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുന്നവരും ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഉദാത്തമായ വേദികളിലേക്ക് അവരെ എത്തിക്കുന്നവനും അവരെ ലീനമായിരിക്കുന്ന ഈ കഴിവുകളെ രാജ്യവിലക്കി മൂർച്ചയുള്ളതാക്കി സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നവനും അതേ സമൂഹത്തിന്റെ മുമ്പിൽ അവരെ ഒരു പുതിയ വ്യക്തിത്വത്തിന്റെ ഉടമകളാക്കി മാറ്റി മുമ്പോട്ട് പോകുന്നവനും ആവശ്യമായിട്ടുള്ള വളരെ ഗൗരവകരമായ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്ന ഈ വേദിയിൽ ദീർഘമായ ഒരു പ്രഭാഷണത്തിന് സാധ്യതയില്ല എന്നും അതൊരു അനുചിതമായ നടപടിയാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഈ ചടങ്ങ് കുറെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ശാന്തത ഉണ്ടെങ്കിൽ പോലും ഗംഭീരമായ ചടങ്ങാണ്. ദൈവത്തിന്റെ ചില ടച്ച്, ചില സ്പാർക്ക് എവിടെയൊക്കെയോ എന്റെ മുമ്പിലിരിക്കുന്ന ഈ ഓരോ ആളുകളിലും ആ സ്പാർക്കിനെ വിപുലീകരിച്ച് ഊതിപ്പെരിപ്പിച്ച് ആ സമൂഹത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കാൻ നടക്കുന്ന ഈ ശ്രമത്തിന്, ഈ പദ്ധതിക്ക്, ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇതുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന മുഴുവൻ വ്യക്തികളെയും വ്യക്തിത്വങ്ങളെയും അതിരോധമായി പ്രവർത്തനം നടത്തുന്ന രക്ഷകർത്താക്കളെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യാപിക മഞ്ജു സ്വാഗതം പറഞ്ഞു. സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ, പ്രിൻസിപ്പൽ ഡോക്ടർ വിജയശ്രീ TS, SN സിവിൽ സർവീസ് അക്കാദമി കോർഡിനേറ്റർ രാമചന്ദ്രൻ. അപ്പോൾ എവിടെയാണ് ഈ പാളിച്ച സംഭവിക്കുന്നത്? പ്രിയ രക്ഷിതാക്കൾ അത് കൃത്യമായി ഓർക്കുക. എവിടെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ പാളിച്ച സംഭവിക്കുന്നത്? നിഷ്കളങ്കരായി നമ്മൾ ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കി ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ഇവരുടെ പിടിവിട്ടു പോകുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. അത് ചിന്തിക്കാനുള്ള ഒരു വേദിയാകട്ടെ ഈ കിഡ്സ് ഫെസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് പ്രധാന കാരണം എന്താണ്? പ്രിയ രക്ഷിതാക്കൾ ഓർക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ വാചകത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണ്, അവരിൽ യാതൊരു മറ്റ് ദുസ്വഭാവങ്ങളുമില്ല. പിന്നെ അവർക്ക് എവിടെ വെച്ച് ഈ തെറ്റ് സംഭവിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതെവിടെ വെച്ചാണ്? ഈ കുട്ടികൾക്ക് പരസ്പരം ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടാവും, രക്ഷിതാക്കളോടും ടീച്ചേഴ്സിനോടും ഒക്കെ. ഇത് കേൾക്കാൻ ഇപ്പോൾ നമുക്ക് സമയമില്ലാത്ത ഒരു കാലത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. സ്കൂളിൽ ഇന്ന് നടന്ന ഈ കിഡ്സ് ഫെസ്റ്റിനെ കുറിച്ച് വീട്ടിൽ വന്ന് അതിൻ്റെ സഹോദരങ്ങളോടും സഹോദരിയോടും രക്ഷകർത്താക്കളോടും ഒക്കെ വലിയ ആവേശത്തോടുകൂടി ഇത് പറയാൻ വരുമ്പോൾ അച്ഛൻ മൊബൈലിൽ തേച്ചുകൊണ്ടിരിക്കും, അമ്മ മറ്റൊരു മൊബൈലിൽ തേച്ചുകൊണ്ടിരിക്കും. കുഞ്ഞു പറയുന്ന ഈ സാധനങ്ങളൊന്നും കേൾക്കാൻ അവർക്കൊരിക്കലും സമയം ഉണ്ടാകാതെയില്ല. ഇതാണ് അടിസ്ഥാനപരമായി തുടങ്ങുന്ന പ്രശ്നം. ഇതിന് നമ്മൾ പരിഹാരം കണ്ടേ തീരും. ഈ പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ അവരുടെ സുഹൃത്തായി മാറുക, നമ്മൾ രക്ഷകർത്താവ് എന്ന് പറയുന്ന രൂപത്തിൽ നമ്മൾ മാറുക, നമ്മൾ കുഞ്ഞിൻ്റെ നല്ല സുഹൃത്തായി മാറുക, കുഞ്ഞിനോടൊപ്പം അല്പസമയം കളിക്കുക, കുഞ്ഞ് ചെയ്യുന്ന കളികളിൽ നമ്മൾ പങ്കെടുക്കുക, അവർ പറയുന്നത് സശ്രദ്ധം കേൾക്കുക, അവരെ നമ്മൾ ഒരിക്കലും ഷൗട്ട് ചെയ്യാതിരിക്കുക. ടീച്ചേഴ്സും പേരൻസും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ വീട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയോ ഒരിക്കലും നമ്മൾ അവരെ എന്ത് ചോദിച്ചാലും അവരുടെ നേരെ ഷൗട്ട് ചെയ്യുന്ന രീതികൾ നമ്മൾ അവസാനിപ്പിക്കുക. SWA പ്രസിഡന്റ് രജിത്ത് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ നൃത്തം, പാട്ട്, ഫാഷൻ ഷോ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നടന്നു. അധ്യാപിക പ്രമീള ഭായ് കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.